ലെവലിൽ അത്രയും എക്സ്ട്രീം പ്രോ ആയിട്ടുള്ള എഡിറ്റേഴ്സ് കമ്പീറ്റ് ചെയ്ത് ഭയങ്കര ഒരു മത്സരമായിരുന്നു. സത്യം പറഞ്ഞാൽ അത്രയും സ്കില്ലഡ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. 13 പേരാണ് ഇവിടെ വന്നിട്ട് എഡിറ്റർ ആകുമ്പോട്ട് മത്സരിച്ചിട്ട് പോയത്. ഓക്കെ, അപ്പം അതിൻ്റെ അഖിലിനെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ അഖിലിൻ്റെ സ്കിൽസ് തന്നെ. പക്ഷെ അഖിലിൻ്റെ അതേ സ്കിൽസ് ഉള്ള വേറെ 2 പേരും കൂടെ ഉണ്ട്. ഞാൻ ഈ 13 പേരിൽ നിന്ന് 3 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നിന്നാണ് അഖിലിനെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിന്റെ ലക്ക് ഭയങ്കര ലക്ക് എന്ന് പറയാൻ പറ്റില്ല, നിന്റെ സ്കില്ലും കൂടിയും കണക്കിലെടുത്തിട്ട് തന്നെയാണ് നിരത്തിയിട്ടുള്ളത്. അപ്പം ഓക്കെ, ബിഗ് ഷൗട്ട് ആദ്യം തന്നെ ബിഗ് ഷൗട്ട് ഔട്ട് പറയാനുള്ളത് സൂപ്പർ എഫ് സി. ബിഗ് ഷൗട്ട് ഔട്ട് സൂപ്പർ എഫ് സി എക്സ്ട്രീംലി സ്കിൽഡ് ആണ്, ആള് നല്ല സ്കിൽഡ് ആണ്. പക്ഷെ ഞാൻ മൊത്തത്തിൽ കമ്പയർ ചെയ്താൽ നമ്മൾ സ്കില്ല്, ക്യാമറ സ്കിൽസ്, എഡിറ്റിംഗ് സ്കിൽസ്, നമ്മളൊന്നിച്ചുള്ള വൈപ്പ് എല്ലാം കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊരു തുള്ളി കൂടിയായിട്ട് എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാണ്ട് നോ ഹാർഡ് ഫീലിങ്സ്, എസ്പെഷ്യലി ടു സൂപ്പർ എഫ് സി. പിന്നെ ആൽബിൻ എന്ന് പറഞ്ഞാൽ മോനെ, ആൽബിൻ എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങും ക്യാമറയും അതെല്ലാം പോട്ടെ, നമ്മളുമായിട്ട് ഇവിടെ വന്നിട്ട് അത്രയും വൈബ് ചെയ്ത ഒരാളെന്ന് പറഞ്ഞാൽ അത്രയും നമ്മളെ വൈബായിട്ട് സെറ്റായ ഒരാളെന്ന് പറഞ്ഞാൽ ആൽബിൻ എന്ന് പറഞ്ഞൊരു എഡിറ്റർ വന്നിട്ടുണ്ടായിരുന്നു. അത്രയും നമ്മളായിട്ട് സെറ്റായതാണ് ഓന്. ഓക്കെ, ബിഗ് ഷൗട്ട് ഔട്ട് ആൽബിൻ. പിന്നെ പറയാം, പിന്നെ ഇവർ രണ്ടുപേർക്കാണ് മെയിനായിട്ട് ഷൗട്ട് ഔട്ട് കൊടുക്കാനുള്ളത്. പിന്നെ നിനക്ക് ചവിട്ട് കൊടുക്കാം എനിക്ക്. ഷോ വർക്കെല്ലാം വഴിയെ കാണുന്നതാണ്. ഓക്കെ, നമ്മൾ മൊത്തം ചെക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് എടുത്തത്. എഡിറ്റിങ്ങിൽ അത്രയും എക്സ്ട്രീം പ്രോ ആണ് ഇവൻ. പിന്നെന്ന് വെച്ചാൽ നമുക്ക് അത്രയും പ്രോ ലെവൽ എഡിറ്റിംഗ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവൻ ഹാർഡ് വർക്കറാണ് രണ്ടാമത്തെ കാര്യം. കൊടുക്കട്ടെ ഒന്നും കൂടെ. എന്താടാ ഞാൻ ഉള്ള കാര്യമല്ല പറയും, ഞാൻ ഹാർഡ് വർക്കറല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മളെ മർജിൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്ന മർജ് ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോസ്, എൻ്റെ വീഡിയോ ആയിക്കോട്ടെ മർജ് ഗ്യാങ്ങിൻ്റെ വീഡിയോസ് ആയിക്കോട്ടെ, എല്ലാം എഡിറ്റ് ചെയ്യുന്നത് അഖിലായിരിക്കും. അഖിലിന് വർക്ക് കൂടുതലുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും ലൈവും ഇതും ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഇനി അധികം വ്ളോഗും കാര്യങ്ങളും കൂടുതലുണ്ടാവും. അപ്പം വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ ഒരാളെയും കൂടി ഞാൻ അസിസ്റ്റൻ്റ് ആയിട്ട് തരും. അല്ലാണ്ട് എമർജിലേക്ക് എടുക്കുന്നതായിട്ട് പെർമനൻ്റ് ആയിട്ടില്ല. നിങ്ങൾക്ക് വർക്കിന് ഒരു ഹെൽപ്പർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കായിട്ടോ ഞാൻ ആളെ ഇതാക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അഖിൽ ബ്രോ. ഞാൻ അമ്മേനെ വിളിച്ചു. എങ്ങനെ വിളിച്ചു പറഞ്ഞു? കൺഫേമാ നിന്റെ എടുത്തു. ഇവനിപ്പം വിശ്വസിക്കാൻ ഇവന് വന്നിട്ടില്ലേ? നമ്മളിത് എടുത്തെന്ന് പറയുമ്പോ ഇവന്റെ മെയിൻ പ്രശ്നം എന്താ അറിയോ? ഇവനിത് വിശ്വസിക്കുന്നില്ല. ഇവൻ വിശ്വസിക്കില്ല. ഇവനെ ഇതിലേക്ക് എടുത്തെന്ന് വിശ്വസിക്കുന്നില്ല. സാലറി എടാ സാലറി ഇതൊന്നും ചോദിക്കില്ല. ഞാൻ കൂടെ ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ഇവിടെയുള്ള ബാങ്ക് ബാലൻസ്, സാലറി, ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ കാര്യങ്ങൾ, ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും നിങ്ങൾ ചോദിക്കരുത്. ഓക്കെ, സാലറി ഒരു ക്ലൂ കൊടുത്തോ, സാലറിക്ക് ഒരു ഏകദേശം അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെ കറക്റ്റ് പറയാൻ പറ്റില്ല. കാരണം അത്രയും ആൾക്കാർ ഇവിടെ വന്ന് ട്രയലിന് ഇതെല്ലാമായിട്ട് പോയതാണ്, മനസ്സിലാവും. അങ്ങനെ സാലറി ഒന്നും റിവീൽ ചെയ്യാൻ പറ്റില്ല. അത്ര വലിയ സാലറി ഒന്നുമില്ല. ബാക്കി സെലക്ട് ചെയ്യാത്ത എഡിറ്റേഴ്സും കൂടി അറിയാനാണ് പറയുന്നത്. അത്ര വലിയ സാലറി ഒന്നുമല്ല. നിങ്ങൾ അങ്ങനെ വിഷമിക്കേണ്ടതല്ല. നിങ്ങൾക്ക് ഇനിയും നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഓക്കെ, എന്തായാലും 1 lakhന്റെ താഴെയാണ്. ഓക്കെ, 5 ഒക്കെ ആണ്. ഓക്കെ, 1 lakh 1 ലക്ഷത്തിന് മുകളിലൊന്നുമില്ല സാലറി. ഓക്കെ, അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് അഖിൽ ബിനോയ് ടു MRG. അപ്പം എന്താണ് എന്നിട്ട് എന്താ തോന്നുന്നത്? നീ എന്താ വീട്ടിൽ എനിക്ക് വീട്ടുകാരെ കുറിച്ച് മാത്രമേ സംസാരിക്കാനുള്ളൂ കേട്ടോ. ഇവനെ കണ്ടതിൽ ഇവനുമായിട്ട് എനിക്ക് അട്രാക്ട് ആകാൻ മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ വീട്ടുകാരെ കുറിച്ചാണ് മെയിൻ സംസാരിക്കുക കേട്ടോ. ഇപ്പം വീട്ടിൽ വിളിക്കണം, ഇടക്കിടെ വീട്ടുകാരാണ് ഇവന്റെ മെയിൻ, മനസ്സിലാ? അങ്ങനത്തെ ആൾക്കാരെ ഇതാക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മനസ്സിന് ശുദ്ധിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇതാക്കാൻ പറ്റൂടാ. കാര്യം പറയാലോ, 50K ആണല്ലോ, 50K മുകളിലാണ്. അല്ല, അങ്ങനെ ഇത് സാലറി ഒന്നും റിവീലില്ല, സാലറി റിവീലൊന്നുമില്ല. അപ്പോൾ എനിവേസ് ചേഞ്ച് പേര് മാറ്റണോ? MRG അഖിൽ, അത് കുഴപ്പമൊന്നുമില്ല. MRG അഖിൽ നല്ല പേരല്ലേ, മാറ്റണോ? പേര് മാറ്റണോ? MRG എഡിറ്റർ എന്നായിക്കോ, അല്ല MRG അഖിൽ എന്നാക്കോ? എന്താ നിന്റെ തീരുമാനം? ഇവൻ ഭയങ്കര ഇൻട്രോവേർട്ട്. നീ കുറച്ച് ഇങ്ങോട്ടൊന്ന് ഒരു കസേര കൊടുത്തേ ചെക്ക് ഇരിക്കട്ടെ, ഒരു 2 മിനിറ്റ് സംസാരിക്കട്ടെ. ഇവല്ല നിനക്കുള്ളത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറ. കൈ പറക്കല്ല എടാ പാവട, അങ്ങനെ പറക്കല്ല.
നീ ഇങ്ങനെ പറക്കല്ല, നീ ഒരു ഹഗ് ചെയ്താ, ഒരു ഹഗ് ചെയ്യും. അപ്പൊ ശരിയാവും, അപ്പൊ ശരിയാവും. അല്ല, ഓന ഹഗ് ചെയ്താൽ ചിലപ്പോ നിനക്ക് പേടി കൂടും. പേടി മാറണോ, ഇപ്പൊ എല്ലാം ശരിയായി. അഖിലേ, full power. പേടി മാറണമെങ്കിൽ നീ എന്നെ ഹഗ് മാറ. റിലാക്സ് ചെയ്ത്, റിലാക്സ്. ഓനെ അധികം hug ചെയ്യണ്ട, നീ ഓനെ പോലെ ആവും. ഓക്കെ ഓക്കെ തീർന്നു. കട്ട നല്ലോടെ ഞാൻ മറ്റേ കട്ട ജിമ്മിൽ പോകണ്ട ഡെയിലി പോ. ഡെയിലി ജിമ്മിന് വന്ന ഒരാളാ. നിനക്ക് ഡിസിപ്ലിൻ ഉള്ള കൂട്ടത്തിലാ നീ കുറച്ച്. അതായത് ഡയറ്റ് നോക്കുന്നുണ്ട്, പിന്നെ ഫുഡ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് പോകും. പിന്നെ ഡയറ്റ് അന്ന് ട്രയലിന് വന്നപ്പോ ഇവൻ ഫസ്റ്റ് ട്രയലിന് സെക്കൻഡ് ട്രയൽ അന്നൊന്നും സെക്കൻഡ് അല്ലേ, സെക്കൻഡ് വന്നല്ലേ അപ്പൊ സെക്കൻഡ് ട്രയല് സെക്കൻഡോ തേർഡും കണ്ടത്. തേർഡാ? അന്ന് നീ ഡയറ്റ് ഒന്നും നോക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ. അന്ന് എനിക്ക് ഇഞ്ചുറി ആയിട്ട്, ഞാൻ പറഞ്ഞില്ല ഇഞ്ചുറി ആയിട്ട് കേറിയില്ല, ബാക്ക് ഇഞ്ചുറി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചാറ്റ് അതാ പറയുന്നത്. സെൽഫ് ഇൻട്രൊഡക്ഷൻ. കോളമ്മ അമ്മനെ വിളിച്ച് പറയണോ? ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടില്ല, വീട്ടിലാർക്കും അറിയത്തില്ല. ഒന്ന് വിളിച്ച് പറ. എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും, ഇപ്പൊ ലൈവ് ഇല്ല, ഞാൻ അമ്മ ഉറങ്ങുമായിരിക്കും. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്നാ പിന്നെ വിളിക്കും, അമ്മനെ വിളിക്കാം. അമ്മനെ വിളിച്ച് പറയട്ടെ, അമ്മനെ വിളിച്ച് പറയട്ടെ. എഡിറ്റർ അതർ എബിലിറ്റീസ്. ഇവന് എഡിറ്റിംഗ് ക്യാമറ. ഹലോ, ഞാൻ അമ്മയുടെ കൊടുക്കൂ. അമ്മച്ചിട്ട് കൊടുക്കൂ. ഹലോ അമ്മച്ചി ലൈവ് ഒന്ന് നോക്കൂ. അവനോട് പറയാം തൊപ്പിട്ട് ലൈവ് ഒന്ന് എടുക്കാൻ പറയാമോ? എങ്ങനെ? ഞാൻ പുറത്ത് മൂടി ഇരിക്കുക. എന്നാ പറ്റി? തണുപ്പല്ലേ, മഴയായിരുന്നു. നോക്ക് 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 നോക്ക്. ആ നോക്കാം. കാണുവോ? അതെ, ആര് ടി വി കാണുവാടാ, കണ്ടോണ്ടിരിക്കുക. നാണൊന്നും വേണ്ട, നല്ല സ്റ്റഡി ആയിട്ട് നിന്നോ. നാണൊന്നും വേണ്ട, നല്ല സ്റ്റഡി ആയിട്ട്. ഹലോ അമ്മച്ചി. എന്തോ? ഹായ്, സുഖാണോ? സുഖം. ആരൊക്കെ ഉണ്ട് അവിടെ? അവര് മൂത്ത ഏട്ടനുണ്ട്, വൈഫുണ്ട്, ഞാന്. അച്ഛനോ? അച്ഛനുണ്ട്, വന്നില്ല. ആണോ? അപ്പം സംഭവം എന്താന്ന് വെച്ചാ അമ്മച്ചിന്റെ മോന നമ്മളിവിടെ ജോലിക്ക് എടുത്തു. എനിക്ക് കിട്ടി. എനിക്ക് ലാപ്പ് വാങ്ങി തന്നതിന് താങ്ക്സ് ഉണ്ട്. എനിക്ക് ലാപ്പ് വാങ്ങി തന്നതിന് താങ്ക്സ് ഉണ്ട്. എനിക്ക് എവിടെയും പറയണമെന്നുണ്ടായിരുന്നു. താങ്ക്സ് ഉണ്ട്, അതൊക്കെ പുറത്ത് നന്നായിട്ട് പോയാൽ മതി. സത്യമായിട്ടും കൈ ഒന്നും വേണ്ട, നന്നായിട്ടിരിക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ ഓക്കെ അമ്മ, കാണാം. ബൈ ബൈ. അമ്മച്ചിന്റെ മോനയുടെ കൈയൊക്കെ വറച്ചിരിക്ക. ഇത് കഴിഞ്ഞ് വിളിക്കാൻ പോരാ. ഓക്കെ. ആരാ? ചേട്ടനാ? ചേട്ടനാ. അമ്മ വന്നപ്പോ ലാപ്പ് മേടിച്ചെന്ന് അത് കണ്ടല്ലോ നിറഞ്ഞിടാ, പാവം. ഞാനൊരു കാര്യം പറയാം, ഇത് നിന്റെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരിക്കും മുത്തേ. അത് ഞാൻ ഉറപ്പ് തരാം. ആ കാര്യം പറയാലോ. നീ